ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കമുള്ള നേതാക്കളെ അകാരണമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കൂറ്റനാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പന്തംകുളത്തിയായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. രാഹുൽ ഗാന്ധി നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. അറസ്റ്റ് ചെയ്ത നരേന്ദ്രമോദി നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. OK ഫാറൂഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. നിങ്ങൾക്കറിയാം, 152 പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നു. 90 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഈ രാജ്യത്ത് ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നീറ്റ് എക്സാം ഉൾപ്പെടെ മുഴുവൻ സംഘപരിവാറുകാരൻ കോടിക്കണക്കിന് രൂപയ്ക്ക് ചോദ്യപേപ്പർ വിറ്റ് ഇന്നലകളിൽ സ്വപ്നം കണ്ട നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ കൊലക്കാണ് ഈ നരേന്ദ്രമോദി നയിച്ചത്. ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വപ്നമില്ലാതെയാക്കി. ആ പാവപ്പെട്ടവർ ഇങ്ങനെ പരീക്ഷ എഴുതണമെന്ന് ചോദിക്കുന്നു. അവിടെയാണ് വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ തെരുവിൽ ഇതുവരെ കാണാത്ത ഒരു സമരവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വസതിയിലേക്ക്, മിണ്ടാത്ത പ്രധാനമന്ത്രി വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയും നമ്മുടെ MP-മാരും സമരം നടത്തി. ഇന്ന് ശ്രീ കുര്യാക്കോസിനെ ക്രൂരമായി വർദ്ധിച്ചിട്ടാണ് കൊണ്ടത്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ മുഖം കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് മുറിവാണ്. ഒരു കാര്യം പറയാം, ആ നേതാവ് ഒന്ന് വിരലടക്കിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തെരുവ് കത്തിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പം ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുക.